Eldhose Tech YouTube channel പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് എൽദോസ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോ M1 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഒരു 1 month അടുത്തായിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ഫോണാണ്. അസ്യൂസിൻ്റെ ഒരു സെൻഫോൺ സീരീസിൽ വന്ന ഇപ്പോൾ ഒരു നല്ലൊരു ഫോണാണിത്. നമുക്ക് MI Note 5 Proയുടെ ഒക്കെ ഇപ്പോൾ അത്യാവശ്യം കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M1. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്നത് 4GB 64GB വേരിയൻ്റ് ആണ്. ഇത് 12,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഫ്ലാഷ് സെയിലൂടെയാണ് അവൈലബിൾ. ഇത് എല്ലാ വീക്കിലും ഓരോ സെയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,990 11 രൂപയ്ക്കാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കൂടുതലും 10,990 വേരിയൻ്റ് എടുക്കുന്നത് ശ്രദ്ധിക്കുക. കാരണം അതിനകത്ത് 3GB 32GB ഇൻ്റർണൽ നമുക്കുണ്ട്. അത്യാവശ്യം നമുക്ക് മെമ്മറി കാർഡ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വേരിയൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ ലാഭകരം. ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് ലോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മോഡൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്നത് ഇതിൻ്റെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഫോണിൻ്റെ വാറണ്ടി ഇൻഫർമേഷൻസും നമുക്കതിൻ്റെ ചെറിയൊരു ക്വിക്ക് ഗൈഡും പിന്നെ നമുക്കിവിടെ നമുക്കൊരു സിഗ്നേച്ചർ ടൂളും കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ബോക്സിൽ വരുന്നത് നമ്മുടെ ഫോണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ചാർജർ അഡാപ്റ്ററാണ്. നല്ലൊരു ക്വാളിറ്റി തന്നെ ഉള്ള അഡാപ്റ്ററാണ്. ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 5 volt 2 ampere ആണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല. അതിപ്പോൾ നമുക്ക് ഈ പ്രൈസിൽ ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമില്ല, സാധാരണ രീതിയിലുള്ളൊരു ചാർജിങ് തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന കേബിള് ഇത് നോർമൽ ടൈപ്പ് കേബിൾ തന്നെയാണ്, C ടൈപ്പ് കേബിൾ അല്ല വരുന്നത്. പിന്നെ നമുക്ക് ബോക്സിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമുക്ക് അസ്യൂസ് വരുന്നത്. ഓഡിയോയ്ക്ക് നല്ല, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതിനായിട്ട് ഓഡിയോയ്ക്ക് നല്ല ഇത് കിട്ടാനായിട്ട് വയ്ക്കുന്ന ഒരു കേബിളാണ്. അപ്പോൾ നമുക്ക് ഒരു ബോക്സാണ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഫോണിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M1. അപ്പോൾ ഇത് നല്ലൊരു 5000 mAh ബാറ്ററി ഉള്ള ഫോണാണെങ്കിൽ പോലും അത് വലിയ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് സെയിം നോട്ട് 5 പ്രോയുടെ തന്നെ അതേ വെയിറ്റ് ആണ്, കറക്റ്റ് വെയിറ്റ് ആണ് നോട്ട് 5 പ്രോയുടെ. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് കൈ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഇത് വരുന്നുണ്ട്. ഇവർ കേസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഫോണിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് കേസ് വാങ്ങിക്കുക. കേസും ഒരു ടെമ്പററി ഗ്ലാസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരിക്കും നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ ഉണ്ടോ. അപ്പോൾ വളരെ ഒരു വൃത്തികേടായിട്ടുള്ള രീതിയിൽ ഫോണുകൾ വരുന്നുണ്ട്. പിന്നെ അതേപറ്റി നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നല്ലൊരു മെറ്റൽ ബോഡി തന്നെയാണ്, നല്ല ഡിസൈനിങ് ഒക്കെയാണ്. നമുക്ക് സെയിം നോട്ട് 5 പ്രോയുടെ ഒക്കെ ഒരു സെയിം സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു കയ്യിൽ ഹോൾഡ് ചെയ്യാനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഡിസൈനിങ് ഒക്കെ നന്നായിട്ടുണ്ട്. ഓവറോൾ നല്ല ഒരു ഡിസൈനിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട് അവർ. നമുക്ക് സൈഡിലായിട്ട് പവർ ബട്ടണും വോളിയം ഡൗൺ അപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഓഡിയോ പോർട്ട് ഉണ്ട്, 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ചാർജിങ് പോർട്ട് ഉണ്ട്. സ്പീക്കർ ഇവിടെയാണ്. സ്പീക്കർ നമുക്ക് നമുക്കൊരു സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കുറച്ചുകൂടെ നന്നായിട്ട് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഇത് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഇതാണ് ഇതിൻ്റെ ക്യാമറ. ഡ്യുവൽ ക്യാമറയാണ്. 13:5 ക്യാമറ, നല്ല ക്യാമറയാണ്. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ക്യാമറ 8 MP ആണ്. ഇതും ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഫോണിൽ ബൂട്ട് ചെയ്യാം. അസ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ബൂട്ട് ചെയ്തതിൻ്റെ സെറ്റിങ്സ് ഒക്കെ പൂർത്തിയായിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സിം ട്രേ ഒന്ന് ചെക്ക് ചെയ്യാം. സിം ട്രേ ചെക്ക് ചെയ്യുമ്പോൾ നോക്കണം, ഇത് ട്രിപ്പിൾ സിം സ്ലോട്ടാണ്. അതായത് നമുക്ക് ഇത് ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല. ഇതിനകത്ത് നമുക്ക് 2 സിം മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാം. അപ്പോൾ ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ് അസ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളും ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു കാര്യം അസ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 സിം മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ബേസ് വേരിയൻ്റ് എടുത്താലും നമുക്ക് സ്റ്റോറേജിൻ്റെ പ്രശ്നം വരുന്നില്ല. കാര്യം 2 സിം മെമ്മറി കാർഡ് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബൂട്ട് ചെയ്ത് വരുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു മെനു ഇങ്ങനെ തന്നെയാണ്. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അഡീഷണൽ സെറ്റിങ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് സാധാരണ ഫോണിലുള്ള പോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒരു ഫോണിലാണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ആപ്സ് ഒന്നും അധികം ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഞാൻ നെറ്റ് കണക്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതൊരു 300 something MB ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് എല്ലാം ചെയ്യണം. 397 MB 400 MB എടുത്തൊരു അപ്ഡേറ്റ് ഉണ്ട്. ഈ അപ്ഡേറ്റ് ചെയ്താലാണ് ഫോണിൻ്റെ കുറച്ചുകൂടെ പെർഫോമൻസിലും ഫിംഗർ പ്രിൻറ്റ് ഇച്ചിരി സ്ലോ ആണ് ഇതിനകത്ത്. അപ്പോൾ ആ ഫിംഗർ പ്രിൻറ്റ് മര്യാദയ്ക്ക് ആവാനും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവും. ബാക്ക് ക്യാമറയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടെ പിക്ചറിന് കുറച്ച് ക്വാളിറ്റി ഒക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ക്യാമറ നോക്കിയപ്പോൾ ഡീസൻറ്റ് ക്യാമറയാണ്. പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഈ ഒരു
പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10,999 രൂപയ്ക്കാണ്. ബാക്ക് ക്യാമറ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോട്ട് 5 പ്രോയുടെ ഒപ്പം ഓക്കെ ആണെന്ന് പറയാം. അന്നേരം നോട്ട് 5 പ്രോ തന്നെയാണ് ഇപ്പോഴും ബെറ്റർ. അന്നേരം അതിന് സ്റ്റാർട്ട് വേരിയൻറ്റിന് പ്രൈസ് 15 രൂപയാണ്. അപ്പോൾ ആ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ഓക്കെയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ ഫോൺ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറ സാധാരണ ഒരു ക്യാമറ തന്നെയാണ്, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ നോട്ട് 5 പ്രോയുടെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നോട്ട് 5 പ്രോയുടെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ അടിപൊളിയാണ്. ആ ഒരു കാര്യം ഒന്നും വരുന്നില്ല. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല ഫോൺ തന്നെയാണ്. കാര്യം 11 രൂപയ്ക്ക് കിട്ടുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് ഇത് Zenfone Max Pro M1. ഇതിന് എടുത്തു പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5000 mAh ആണ് ബാറ്ററി. അപ്പോൾ നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. കൺഫേം ആണ് ആ കാര്യത്തിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. കാരണം Snapdragon 636 ആണ് പ്രൊസസർ, നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് പ്രൊസസറാണ്. സെയിം നോട്ട് 5 പ്രോയുടെ പ്രൊസസർ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടും. ഇത് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇത് Zenui ആണ്. ഇത് Asusന്റെ തന്നെ Zenui വരുന്നതാണ്. അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. സെയിം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇന്റർഫേസ് ആണ്. നമുക്ക് F1 റേഡിയോ ഒക്കെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ നെറ്റ് കണക്ട് ചെയ്ത വഴി തന്നെ നമുക്ക് ഇവിടെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ആൻഡ്രോയിഡ് ഓപ്ഷൻ ഒക്കെ ചെക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് ഓറിയോ നമുക്ക് കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സിൽ ആൻഡ്രോയിഡ് ഓറിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അല്ല ഈ ഫോണിൽ കിട്ടും. ഗൂഗിളിൻ്റെ സെക്യൂരിറ്റി ഫയലൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് Asus. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സുകളല്ല ഇതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങൾക്ക് ഈ ഫോൺ നല്ലതായിരിക്കും. നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഫോൺ ഇഷ്ടമായി. നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് സ്റ്റോറേജ് എത്ര കിട്ടുമെന്ന് നോക്കാം. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് 9.9 10 GB എന്ന് പറയാൻ വേണ്ടി 10 GB സ്റ്റോറേജ് 10 GB സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അധികം സ്പേസ് അവർ എടുത്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അധികം സ്പേസ് ആവശ്യമില്ല. മറ്റേ നമ്മുടെ കസ്റ്റം UI പോലെ അധികം സ്പേസ് ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്ക് വരാൻ പറഞ്ഞില്ലേ, നല്ലൊരു ക്യാമറയാണ്. ബാക്ക് ക്യാമറ എനിക്ക് മോശം എന്ന് പറയാൻ പറ്റും, നല്ലൊരു ക്യാമറ ആയിട്ട് തന്നെ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിലാണ് നമുക്ക് പോർട്രേറ്റ് മോഡ് ഇതിനകത്ത് ഇടാം. പോർട്രേറ്റിലൊരു ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ബാക്ക് ക്യാമറ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫോട്ടോ ഒന്ന് ഒരു ഒരു ഇതാവുന്നതിന് ഇത്തിരി സമയം കാണിക്കുന്നുണ്ട് ക്യാമറയ്ക്ക്. അതല്ല ഫോണിനുള്ളതാണ്. എന്നാലും ഇത് ഉണ്ടോ പോർട്രേറ്റിലെടുത്ത ഫോട്ടോസ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം ഈ ഫോണിൻ്റെ ഈ റിവ്യൂവിൻ്റെ അവസാനമായിട്ട് ഇടുന്നതായിരിക്കും. ഫോട്ടോയും ഇതിനകത്ത് വീഡിയോയും എല്ലാം. അപ്പോൾ എനിക്ക് ബാക്ക് ക്യാമറ പേഴ്സണലി നന്നായിട്ട് തോന്നി, നല്ല ക്യാമറ ആയിട്ട് തോന്നി. ഫ്രണ്ട് ക്യാമറ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു യൂസ് പോലെയാണ്. അപ്പോൾ ഈ ഫോൺ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോട്ട് 5 പ്രോ എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്കും നോട്ട് 5 ബാറ്ററി വേണ്ടവർക്കും നല്ലൊരു ബാറ്ററിയും അത്യാവശ്യം ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തവർക്കും പറ്റിയൊരു ഫോൺ, സൂപ്പർ ഫോൺ തന്നെയാണ്. ബഡ്ജറ്റ് നോക്കുന്നവർക്ക് പറ്റിയൊരു ഫോൺ തന്നെയാണ്. അടിപൊളി ബാറ്ററി ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനകത്ത് കിട്ടും. 5000 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ക്യാമറ, ബാക്ക് ക്യാമറ നല്ലതാണ്. അത്യാവശ്യം മോശമുള്ള ക്യാമറ ഒന്നുമല്ല, നല്ല ക്യാമറ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫോണാണ് ഇതിപ്പോൾ Asusന്റെ ഒരു നല്ല ഫോൺ തന്നെ പറയാം. Asusന്റെ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള ഏറ്റവും നല്ലൊരു ഫോണാണിത്. നല്ലൊരു ഫോൺ തന്നെയാണ് Asusന്റെ. അപ്പോൾ നിങ്ങൾക്കിത് ബഡ്ജറ്റ് ഉള്ളവർക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 4 GB RAM 64 GB വേരിയൻറ്റ് 3 GB RAM വേരിയൻറ്റ് 15 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണിത്. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ അടിയിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഫോൺ ഓവറോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് അല്ല ഈ ഫോണിനകത്ത് കിട്ടും. കാര്യം Snapdragon 636 ആണ്, നല്ല അടിപൊളി പ്രൊസസറാണ്. നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടി ഫോണിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റാമും എല്ലാം ഫോണിനകത്ത് വരുന്നുണ്ട്. അവിടെ നല്ല ഒരു ഫോൺ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ കൈ പിടിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം അതിനകത്ത് തോന്നി. പിന്നെ വേറെ ഒന്നും എനിക്ക് പ്രോബ്ലംസ് ആയിട്ട് തോന്നില്ല. കാര്യം ഈ ഫോണിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഇച്ചിരി സ്ലോ ആണ്. അത് നമുക്ക് ഈ അപ്ഡേറ്റിൽ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും എല്ലാ ഫോണിലും കാണും. അതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ല. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ഗെയിം കളിക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതിൽ ഓഡിയോ ഔട്ട്പുട്ട് നല്ല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആ സാധനം വെച്ച് ഓഡിയോ ചെയ്യുമ്പോൾ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടൊന്നും ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും നല്ലൊരു വോയിസ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ സ്പീക്കറിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. Asusന്റെ ഫോണുകൾക്ക് പൊതുവെ സൗണ്ട് കുറവായിരുന്നു. എന്നാൽ ഈ ഫോണിനകത്ത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല സൗണ്ട് ആയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു നല്ല ഫോണാണ്. വെയിറ്റ് വളരെ കുറവാണ്. 5000 mAh ബാറ്ററിയുടെ വെയിറ്റേ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ക്യാമറയുടെ ബാക്ക് ക്യാമറയുടെയും ഫ്രണ്ട് ക്യാമറയുടെയും പിന്നെ വീഡിയോസും എല്ലാം ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഇടുന്നുണ്ട്. വീഡിയോ എൻഡിൽ നിങ്ങൾക്ക് ഈ ക്യാമറയുടെ ഫുൾ റിവ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുള്ള അടിപൊളി ടെക്നോളജി വീഡിയോകളായിട്ടും അൺബോക്സിംഗ് ആയിട്ടും അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.